കഴിച്ച് ഞങ്ങൾ എല്ലാവരും പോന്നു. അതിൽ പിന്നെ വെളുപ്പിന് 2 മണി തുടങ്ങി ഓരോരുത്തർക്കും വയ്യാണ്ടായി. 2 മണി മുതൽ കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കുടയിലൊക്കെ പോയി. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. തീരെ വയ്യായിരുന്നു. ഛർദിയും വയറ്റിന്ന് പോക്കും എല്ലാം ഉണ്ടായിരുന്നു. തലവേദന, പനിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നിൽക്കണത്. ഇപ്പം 8 പേര് ഇരിങ്ങാലക്കുടയിലുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. കുറച്ച് പേര് അപ്പുറം കിടക്കുന്നുണ്ട്. എല്ലാവർക്കും വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 9 മണിയപ്പോൾ ഭക്ഷണം അവിടെ നിന്ന് സൈനിന്ന് മേടിച്ച് കളിയനും അനിയത്തിമാരൊക്കെ വന്നുള്ളവനെ സ്കൂൾ കൂടിയപ്പോൾ വെക്കേഷൻ തുറക്കാനായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടിയതാണ്. പിന്നെ രാത്രി ഒരു 9 മണിയപ്പോൾ ഒരു ഫുള്ള് അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ 2 ആൾക്കാർ ഇന്നലെ തൊടുപുഴ പോയിട്ട് വന്നാണ്. രാത്രി തുടങ്ങിയപ്പോൾ ഒത്തിരി വയറിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് അവർ നീർക്കെട്ട് വണ്ടി മറ്റേ ഉലർന്നിരുന്ന് പോയി വന്നതിൻ്റെ പേരിൽ നീർക്കെട്ടാണെന്ന് വിചാരിച്ചു. കാലത്ത് ഒരു 10 മണിയായിട്ടും ആർക്കും കുറവില്ല. മറ്റുള്ളവർക്കും കൂടി വയറിന് ബുദ്ധിമുട്ട്, ഛർദി, മറ്റുള്ള കിടാങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതേപോലെ തന്നെ ഇതിൻ്റെ പേരിൽ പറഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ മയോണീസ് കഴിച്ചപ്പോഴാണ്. കാരണം മയോണീസ് കഴിക്കാത്ത 4 പേരുണ്ട്. 4 പേർക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇതുവരെ ഇല്ല. ബാക്കിയുള്ളവർക്ക് മയോണീസ് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവിടെ വന്നവരും മറ്റ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതിൽ മയോണീസ് കൂട്ടിയിട്ടുണ്ട്, അവർ കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്കും പറയുന്നുണ്ട്. വയറുവേദന ഉണ്ട്, ഛർദി, ഇപ്പം ഓരോരുത്തർക്ക് പനി ഒത്തിരി രൂക്ഷമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളൊരു കളിയനക്ക് BP ലോ ആയിട്ട് ക്രാഫ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ 3 പേരെ കൊണ്ടുപോയിട്ട്. പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ സ്ത്രീ മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 56 വയസ്സുള്ള ഉസൈബ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെരിഞ്ഞനം 3 പിടിയിൽ പ്രവർത്തിക്കുന്ന സെയിൻ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. 178 പേരാണ് ഇന്നലെ വരെ ചികിത്സ തേടി എത്തിയത്. അതിലാണ് ഉസൈബ എന്ന 56-കാരി. അവര് ഈ ശനിയാഴ്ചയാണ് ഇവര് ഈ വീട്ടില് ഈ പാർസൽ വാങ്ങുമായിരുന്നു കുഴിമന്തി. അവർക്ക് ഛർദിയും ഒപ്പം തന്നെ പനിയും വയറിളക്കവും മറ്റും ഉണ്ടായി. തുടർന്നാണ് ഇവരെ പെരിഞ്ഞനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ചു. തുടർന്ന് അസുഖം കൂടിയതിനെ തുടർന്ന് വൈകിട്ടോടെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് ഉസൈബയെ ഇന്നലെ രാത്രിയിൽ തന്നെ തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. അവിടെ 50 രൂപയ്ക്ക് വാങ്ങിയ മിൽമയുടെ ഡാർക്ക് ചോക്ലേറ്റിലാണ് പുഴു കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഇദ്ദേഹം പരാതിയുമായി രംഗത്തെത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് താമരശ്ശേരി പഴയ സ്റ്റാൻഡിന് സമീപത്തുള്ള ബേക്കറിയിൽ നിന്നും ഇദ്ദേഹം ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിരിക്കുന്നത്. 40 രൂപ വിലയാണ്. പിന്നീട് കവർ പൊളിച്ച് അകത്തെ അലുമിനിയം ഫോയിൽ കവറും പൊളിച്ചപ്പോഴാണ് ഈ ചോക്ലേറ്റിൽ നിറയെ പുഴുക്കളുണ്ടെന്ന് പരാതിക്കാരൻ പറയുന്നതും. ചോക്ലേറ്റിന്റെ പാക്കിംഗ് ഡേറ്റ് 2023 ഒക്ടോബർ 16 കാണിച്ചിരിക്കുന്നു. എക്സ്പയറി ഡേറ്റ് 2024 ഒക്ടോബർ 15 വരെയാണ്. എന്നാൽ പിന്നെ ഈ കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഇതിനകത്ത് പുഴു വരികയെന്നാണ് പരാതിക്കാരൻ ചോദിക്കുന്നത്. എന്തായാലും സംഭവം അറിഞ്ഞ മിൽമ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കടയിലെ സ്റ്റോക്ക് പിൻവലിക്കുകയും പുഴുക്കൾ നിറഞ്ഞ ചോക്ലേറ്റിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊടുവള്ളി സർക്കിൾ ഉദ്യോഗസ്ഥരും പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് മിൽമ പുതിയ ഉൽപ്പന്നമായി ചോക്ലേറ്റ് ഉൽപാദനം ആരംഭിച്ചത്. ഇത്തരത്തിൽ നിരവധി പരാതികൾ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടായതിനെ തുടർന്ന് ഈ ബാച്ചിലെ ഉൽപ്പന്നം എങ്ങനെ ആക്സിഡന്റ് ആകാൻ വേണ്ടി ശ്രമിച്ചത്? ഇവിടെ എല്ലാവരും നിങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തി എന്താ ചെയ്യുന്നേ? നിങ്ങൾ ഫോട്ടോ അടിക്കേ. നിങ്ങൾ എന്താ കാണിക്കണേ? എന്താ കാണിക്കണേ? നിങ്ങൾ എന്താ കാണിക്കണേ? വണ്ടി തടഞ്ഞു നിർത്തി എന്താ കാണിക്കുന്നേ? വണ്ടി തടഞ്ഞു നിർത്തി എന്താ കാണിക്കുന്നേ? ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചിട്ടല്ല ആക്രമിക്കാൻ, ഹെൽമെറ്റ് വെച്ചല്ല ക്യാമറ പിടിക്കാൻ, ഹെൽമെറ്റ് വെച്ചിട്ടല്ല ക്യാമറ പിടിക്കാൻ. നമ്മളാരും മാസ്ക് വെച്ചിട്ടില്ലല്ലോ, നമ്മളെ മാസ്ക് വെച്ചിട്ടില്ലല്ലോ. ഹെൽമെറ്റ് ഒക്കെ വെച്ചല്ലേ ഇതൊക്കെ പിടിക്കാൻ? നീ അവിടെ വെച്ചില്ലേ? നീ അവിടെ നില്ലേ? അവിടെ നില്ലേ? ജോലിയല്ലേ എടുത്തോണ്ടിരിക്കുന്നത്?
അപ്പോൾ ലക്ഷ്മി വലിയ രീതിയിൽ പ്രാദേശിക CPM പ്രവർത്തകരാണ് ഇപ്പോൾ തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ശരീരത്തിൽ കൈവയ്ക്കാതെ എന്റെ ദേഹത്ത് കൈവച്ച മോനെ നീ കേട്ടല്ലോ ആര് തല്ലേ നീ മാറിക്ക് നീ ഇങ്ങോട്ട് മാറിക്ക് കേട്ടാ നീ ക്യാമറയെ തൊട്ട് കളിക്കണ്ട നീ മാറിക്ക് അവിടെ മാറിക്ക് നീ ഹെൽമെറ്റ് ഒക്കെ മാറ്റി കുറച്ചുകൂടി ഹെൽമെറ്റ് ഒക്കെ മാറ്റി എടാ മോനേടാ നീ ഹെൽമെറ്റ് ഒക്കെ ഒന്ന് മാറ്റി ആരോട് സംസാരിച്ചേ ഹെൽമെറ്റ് ഊരിട്ട് കളിക്കാൻ പോയി കേട്ടാ ഹെൽമെറ്റ് വെച്ചിട്ടല്ല ആക്രമിക്കാൻ ഹെൽമെറ്റ് വെച്ചല്ല ക്യാമറ പിടിക്കാൻ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒതുക്കിയിട്ടിരുന്ന കാർ എടുക്കാൻ ഉടമ തിരികെ എത്തിയപ്പോൾ കണ്ടത് ഇതായിരുന്നു. കാർ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ചുറ്റും കുഴിയെടുത്തിരിക്കുന്നു. ചേർത്തല 11-ാം മൈലിന് സമീപമായിരുന്നു റോഡ് പണിക്കാരുടെ വിചിത്ര ജോലി. നമുക്ക് വണ്ടി തിരിച്ചു കിട്ടുക എന്നായിരുന്നു പ്രധാന കാര്യം. വണ്ടി കിട്ടി. ഇനിയും ഇതേപോലെ ആരെങ്കിലും അറിയാതെ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യുന്നല്ല, അത് അബദ്ധം വെച്ചാൽ ചെയ്തു പോകണം. അത്ര സ്ഥലം കിടന്ന കാരണം അവരിപ്പോൾ നോ പാർക്കിംഗ് ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട് കയറിയത്. യുവാവിന് പണി കൊടുത്ത ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾക്കെതിരെ നാട്ടുകാരും രംഗത്തെത്തി. വലിയ ബഹളമായി. ഒടുവിൽ മാരാരിക്കുളം പോലീസ് സ്ഥലത്തെത്തി. കരാറുകാരെ വിളിച്ചു വരുത്തി കുഴി മണ്ണിട്ട് മൂടിച്ച ശേഷം വാഹനം പുറത്തെത്തിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.